നമസ്കാരം. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി വ്യാഴാഴ്ച. ഞാനീ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് നല്ല നാളുകൾ വന്നു ചേരുന്നു. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് സന്തോഷവും സമാധാനവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഇവർ ദേവിയെ ഉപാസിക്കണം. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറും. ഒരു പുതിയ വീട് വാങ്ങാനും കഷ്ടതകളൊക്കെ മാറി അതിസമ്പന്നതയിൽ കഴിയുവാനും ഈ നക്ഷത്ര ജാതകർക്ക് യോഗം വന്നു ചേരും. ധാരാളം പണം മാത്രമല്ല, ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. ചിലരൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും ഒരു ഉയർച്ച വന്നു ചേരില്ല. അതിനൊക്കെ ലളിതമായ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം മതി. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ള, ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. നിശ്ചയമായും ഇന്ന് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ യോഗം വന്നു ചേരാൻ പോവുകയാണ്. ഇതിനെ നമുക്ക് ഗജകേസരി യോഗമെന്നൊക്കെ വിളിക്കാം. പോരാത്തതിന് ഈ നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. അതിരാവിലെ പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആശ്വസിക്കാൻ വക നൽകുന്ന പല സ്വപ്നങ്ങളും ഇവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വഴിപാടുകൾ തന്നെയാണ്. അതിലേറ്റവും പ്രാധാന്യമേറിയത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തണം. അങ്ങനെ ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇതിപ്പോൾ കേൾക്കുന്നവരിൽ നിങ്ങളൊക്കെ അങ്ങനെ പോകാറുണ്ടോ? ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം പുറത്തു നിന്ന് ചൊവ്വാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നെയ്ദീപം കത്തിക്കുന്നവർ, അറുമുഖൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യണം. അതുപോലെ തന്നെ ചില റെമഡീസുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില നല്ല കാര്യങ്ങൾ. നമുക്ക് ആ നക്ഷത്ര ജാതകരെ ഓരോരുത്തരായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. അവരാരൊക്കെയാണെന്ന് പറയാം. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദവും പൂയവും ആയില്യവുമാണ്. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി നല്ല നാളുകൾ പിറക്കാൻ പോവുകയാണ്. പ്രാരാബ്ധങ്ങൾ ഒക്കെ മാറുന്നു. സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു. തൊഴിലിൽ വിജയം വന്നു ചേരുന്നു. കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടത്തിലൊക്കെ വിജയം വന്നു ചേരുന്നു. അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം. പഠിക്കുന്നവർക്ക് നല്ലതാണ്.
ഒരു വീടൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ വീടൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്ന സമയം. അപ്പോൾ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വസ്തുവകകൾ വാങ്ങും, വീട് വാങ്ങും, ലൈഫിൽ നല്ലൊരു മാറ്റം വന്നു ചേരുന്ന സമയം. കാളി ക്ഷേത്ര ദർശനം നടത്തണം. എല്ലാ രീതിയിലും നിങ്ങൾ ഒന്നാമൻ ആയിത്തീരും. ആഗ്രഹം തോന്നണം. ആഗ്രഹത്തെ മുന്നിൽ കണ്ട് പരിശ്രമിച്ചാൽ ഇവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരും. വലിയ തുക കയ്യിൽ വന്നു ചേരേണ്ട സമയമാണിപ്പോൾ. കടം ആർക്കും കൊടുക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് വിടുക. കാരണം ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. കടം കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. കാരണം കടം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ ശത്രുക്കളാവും. ശരിയാണോ അല്ലയോ? പിന്നെ അവർ ചീത്ത വിളിക്കുന്ന ഒരവസ്ഥ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സത്യമാണെങ്കിൽ സത്യമാണ് എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചേക്കുക. കടം കൊടുത്ത് ബന്ധങ്ങൾ വഷളായിട്ടുണ്ട് നിങ്ങൾക്ക്. ശരിയാണോ അല്ലയോ? അടുത്ത നക്ഷത്രം അത്തമാണ്. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ധാരാളം പണം വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. എല്ലാ രീതിയിലും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി അത്തത്തിന് രക്ഷപ്പെടാൻ കഴിയും. അത്ത നക്ഷത്ര ജാതകരും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം വിശാഖമാണ്. നിങ്ങൾക്കൊരു നല്ല സമയം വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും സമൃദ്ധി നിറഞ്ഞ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളായിരിക്കും നിങ്ങൾക്കിനി. വിശാഖത്തിൻ്റെ ഭാഗ്യത്തിന് മേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം. വിചാരിച്ച കാര്യം നടക്കും. ലക്ഷ്യങ്ങൾ കയ്യിൽ വരും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്കിനി നടന്നു കിട്ടും, ഉറപ്പാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ്. ഒരു പുത്രഭാഗ്യം വന്നു ചേരുന്ന സമയം. കുട്ടികൾ പിറക്കും. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. ധനവരവ് വർദ്ധിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. വ്യാപാര വിജയമൊക്കെ നിങ്ങൾ കാണുന്നു. നിങ്ങളൊരു വസ്തു ബ്രോക്കറാണ് എങ്കിൽ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രതിസന്ധി വരുമ്പോൾ പതറരുത്, മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. സ്വന്തം വീട് വാങ്ങാനുള്ള യോഗം, സ്വന്തമായി കാറ് വാങ്ങാനുള്ള യോഗം, അങ്ങനെ പലവിധ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. ഇത് രക്ഷപ്പെടേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ വിപരീത രാജയോഗമാണ്. വലിയ ലാഭം, വലിയ പ്രതീക്ഷകൾ, അതൊക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന്. നിങ്ങൾക്ക് ധനം വരുന്നില്ല. ജാതകപ്രകാരം അനുകൂലമായ സമയമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ധനം കയ്യിൽ വരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ആഗ്രഹമുണ്ട്. ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പഠിച്ച് നല്ല രീതിയിൽ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സ്വപ്നങ്ങളാണ് നമുക്ക്. പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കുന്നില്ല. എന്നാൽ ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പവിഴമല്ലി വാങ്ങി നടുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നുചേരും. അതുപോലെ തന്നെ ആകാശഗരുഡക്കിഴങ്ങ് വെള്ളിയാഴ്ച തലയ്ക്ക് മീതെ ഒഴിയുക. എന്നതിന് ശേഷം ഒഴുകുന്ന ജലത്തിൽ കളയുക. അത് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളും ശത്രുദോഷങ്ങളുമൊക്കെ അകറ്റും. അതുപോലെ ഗോമാതാവിന് വെള്ളിയാഴ്ച ദിവസം ഭക്ഷണം കൊടുക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ
നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട സമയമാണ്. ഇത് എഴുതി വെച്ചോ. ഞാനീ പറയുന്ന കാര്യം സത്യമായിരിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും എഴുതാം, മറുപടി തരാം. നന്ദി, നമസ്കാരം.